ഹായ് ഫ്രണ്ട്സ്, സിവിൽ ടെക് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ GPS എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Today's first question is, what is mean by the study of something without the direct contact? Answer, remote sensing. ഓപ്ഷൻസ് ടാക്കോമെട്രി ഉണ്ട്, GIS ഉണ്ട്, റേഞ്ചിങ് ഉണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റൂ. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് എർത്തിന്റെ ഫീച്ചേഴ്സ് നമുക്ക് സാറ്റലൈറ്റ്സിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സോ യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. Which is an application of GPS for visually impaired? Answer, MOBIC. What is the practice of determining the geometric property of objects from photographic images? ഫോട്ടോഗ്രാഫിക് ഇമേജസിന്റെ ബേസിസിൽ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോഗ്രാമെട്രി എന്ന് പറഞ്ഞ. എയർക്രാഫ്റ്റോ ഹെലികോപ്റ്റേഴ്സോ യൂസ് ചെയ്ത് ഫോട്ടോഗ്രാഫ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ഒരു പ്ലേസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. ഇതിനെയാണ് ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത്. Which is an application of GPS for visually impaired in India? ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ദൃഷ്ടിയാണ്. What is marked as X? ഇതിനകത്ത് ഫിഗറിൽ തന്നിരിക്കുന്ന ഒരു ടാർഗറ്റഡ് ട്രാൻസ്മിഷന് ആ ബോക്സിനകത്ത് എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, സെൻസർ. നമ്മൾ റിമോട്ട് സെൻസിങ്ങിന്റെ കമ്പോണൻസ് പഠിക്കുമ്പം അതിനകത്ത് ഒരു ടാർഗറ്റ് ഉണ്ട്, ട്രാൻസ്മിഷൻ ഉണ്ട്, ഒരു സെൻസർ ഉണ്ട്. സോ ഇതാണ് അതിന്റെ കമ്പോണന്റ്. ഈ ഒരു ഫിഗർ അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാകാം. ടാർഗറ്റിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്തത് സെൻസേഴ്സ് ആണ് റിസീവ് ചെയ്യുന്നത്. So answer is sensor. What is another name for exposure station? Exposure സ്റ്റേഷനുകളുടെ വേറെ പേരെന്താണ്? ആൻസർ, എയർ സ്റ്റേഷൻ. What is an advantage of GPS survey? GPS സർവേയുടെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, അത് 3 dimensional ആണ്. നമുക്ക് കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ഡേറ്റാസിനകത്ത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഹൈറ്റും പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് അത് 3 dimensional വാല്യൂസ് ആയിരിക്കും. ഫ്രം ദ റെഫറൻസിൽ നിന്നും ഈ ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാം. വാട്ട് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽസ്? ഡിജിറ്റൽ സിഗ്നലുകളുടെ അഡ്വാൻറ്റേജ് ഈ ഓപ്ഷനിൽ നിന്ന് എടുക്കാനാണ് ചോദ്യം. സോ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോയ്സ് ഇമ്മ്യൂണിറ്റി ആണ്. നോയ്സ് ഇമ്മ്യൂണിറ്റി ആണ് ഡിജിറ്റൽ സിഗ്നൽസിന്റെ ഒരു അഡ്വാൻറ്റേജ്. What is the process of getting digital equivalent of analog signals for processing? So answer is data acquisition. What is an advantage of digital over analog signal processing? Digital signal inde advantage endana with compared to an analog signals? So answer ennu parayunnathu, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് പ്രൊവൈഡ്സ് എ ബെറ്റർ കൺട്രോൾ ഓഫ് ആക്യുറസി. നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ കിട്ടുന്നത് ബെറ്റർ ആയിട്ടുള്ള ആക്യുറസി ആയിരിക്കും കമ്പയർഡ് ടു അനലോഗ് സിഗ്നൽസ്. സോ ആൻസർ ഈസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് പ്രൊവൈഡ്സ് ബെറ്റർ കൺട്രോൾ ഓഫ് ആക്യുറസി. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫോട്ടോഗ്രാമെട്രി? ഫോട്ടോഗ്രാമെട്രിയുടെ അഡ്വാൻറ്റേജ് എന്താണ്? ഫോട്ടോഗ്രാമെട്രി ഓൾറെഡി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഫോട്ടോഗ്രാമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും എയർക്രാഫ്റ്റോ ഹെലികോപ്റ്റേഴ്സോ യൂസ് ചെയ്ത് നമ്മൾ ഒരു പോർഷന്റെ ഫോട്ടോസ് കളക്ട് ചെയ്ത് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് പ്രിപ്പയർ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. ലാർജ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ ഈ ഫോട്ടോഗ്രാമെട്രി യൂസ് ചെയ്ത് പറ്റും. സോ ആൻസർ ഈസ് covers large area. What is the advantage for setup of instrument photogrammetry? ഫോട്ടോഗ്രാമെട്രിയിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്താണ് ഈ പറയുന്നതിനകത്ത്? അതെ, ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്.
ഓഫ് കോഴ്സ് അത് വല്ല എയർക്രാഫ്റ്റ്സോ അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സോ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ സെന്ററിങ് ചെയ്യാനും ലെവലിംഗ് ചെയ്യാനോ എടുക്കുന്ന ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ലാഭിക്കാൻ പറ്റും. സോ അതെന്ന് വെച്ചാൽ ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. In GPS tracking system, the dash battery is used. നമ്മൾ GPS ട്രാക്കിംഗ് സിസ്റ്റത്തിനകത്ത് ഏത് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ നിക്കൽ കാഡ്മിയം ബാറ്ററി. At which angle cos acquisition chord is inclined to P chord? Cos acquisition chord P കോഡുമായിട്ട് എത്ര ആംഗിൾ ആണ് ഇൻക്ലിനേഷൻ ചെയ്തിരിക്കുന്നത്? So the answer is 90 degree. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു കോസ് അക്യൂസിഷനും പി കോഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരുന്നു എന്ന്. സോ ആൻസർ ഈസ് 90 degree. So the last question is P code is dash times efficient as compared to CA code. എത്ര ടൈംസ് കൂടുതൽ എഫിഷ്യന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് 10. P code is 10 times efficient as compared to CA code. സോ ഇത്രയാണ് നമ്മുടെ GPS-നകത്ത് മാക്സിമം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇനിയും അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.